നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. നിൻ്റെ വസ്തു, നിൻ്റെ വീട്, കൈമാറ്റം, അതുപോലെ തന്നെ കൈ ഏൽക്കുക, അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പ്രക്രിയയിലും കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആരെയും ഭയപ്പെടാതെ, ആരെയും കൂസാതെ, ആർക്കും കൊണ്ട് അടിയറ വെക്കാതെ നീ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നട്ടല് നിവർത്തി നിൽക്കാനുള്ള ആന്തരിക ശക്തി കർത്താവ് നിനക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പ്രത്യാശകൾ, നിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള നിൻ്റെ പദ്ധതികൾ കർത്താവ് ആശീർവദിക്കുകയും അതിൽ അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഭാവിയിൽ അത് നിനക്ക് ദോഷകരമാണെങ്കിൽ കർത്താവ് അതിൻ്റെ കറക്റ്റായ പാതകളിലൂടെ കർത്താവ് നിന്നെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ എഴുതിവിട്ട പരീക്ഷകൾ, അതുപോലെ അത് കയ്യിൽ നിന്ന് വിട്ട കല്ലും പറഞ്ഞ വാക്കും എഴുതിയ പരീക്ഷയും ഒരുപോലെയാണ്. പക്ഷേ അതെല്ലാം ഗൈഡ് ചെയ്യാൻ ദാവീദിന് കരുത്തില്ല. ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാൻ കരുത്തില്ലായിരുന്നു. ഒരു ഉണ്ടക്കല്ല് കൊണ്ട് ഗോലിയാത്ത് മരിക്കുമെന്ന് നാം വിശ്വസിക്കണമില്ല. പക്ഷേ ആ ദൈവമാണ് ആ എറിഞ്ഞ കല്ലിനെ കൃത്യസ്ഥലത്ത് കൊണ്ട് കൊള്ളിക്കുകയും ഗോലിയാത്തിനെ തട്ടിക്കളയുകയും ചെയ്തത്. നിൻ്റെ മുമ്പിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും പ്രതിയോഗികൾ നിന്നെ പരിതപിക്കുകയും സങ്കടപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും നിന്നെ അധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികൾ, സങ്കടങ്ങൾ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ ഇന്നു മുതൽ നീ ഒരു പുതിയ ജീവിതം കിട്ടുകയും ഇന്നു മുതൽ നിൻ്റെ വഴികളിൽ കർത്താവിനെ അനുഭവിക്കുകയും നീ ഈ അടയാളം കണ്ടിട്ട് മാത്രം കർത്താവിലേക്ക് വന്നാലും മതി, കുഴപ്പമില്ല. എന്താ കാര്യത്തിൽ അത് നിനക്ക് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തെയും കർത്താവ് ആസ്വദിക്കട്ടെ. കർത്താവെ, നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ പാപഭംഗിരമായ മനുഷ്യൻ്റെ ചിന്താ പദ്ധതികളെ നീ കഴുകിക്കളയുകയും അവൻ വിശുദ്ധി ജീവിക്കാനുള്ള പ്രേരണ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുകയും കർത്താവ് നിന്നെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവിനാൽ നീക്കുവാമേ.